സൺഡേ അല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപ്മാവൊക്കെ നമ്മൾ കഴിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് അയ്യോ ആഫ്റ്റർനൂണിന് എന്ത് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. ഓൾറെഡി എനിക്ക് ചിക്കനും ഫിഷിനോടും അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ കുറച്ച് പൊട്ടറ്റോ ഉണ്ട്, എന്ത് ചെയ്യും, തീയിൽ ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, ആദ്യം അമ്മ ചോദിച്ചു കോക്കനട്ട് ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു അയ്യോ കോക്കനട്ട് ഇല്ലാതെ ഒരു തീയിൽ പറഞ്ഞുതരാം. അപ്പോൾ അമ്മ ഓക്കെ പറഞ്ഞുതരാം, കുറച്ച് ടേസ്റ്റ് കുറവായിരിക്കും, നീ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് കറിക്ക് ആവശ്യമായ പൊട്ടറ്റോയും ടൊമാറ്റോ സവാള ചില്ലി എടുത്തായിരുന്നു. അത് നമുക്ക് ആവശ്യമായ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമായ കറിക്കും ആവശ്യമായ മസാലയായ എല്ലാം മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ കുറച്ച് മസാലയൊക്കെ നമ്മൾ മാറ്റി വെച്ചായിരുന്നു. പിന്നെ ഒരു ചെറിയ പാൻ എടുത്ത് നമുക്കതിൽ ആവശ്യമായ ഓയിൽ ചേർത്ത് കടുകും പിന്നെ കറി ലീഫൊക്കെ അതിലാദ്യം താളിച്ചിട്ട് നമുക്ക് ആവശ്യമായ സവാള പിന്നെ ചില്ലി പൊട്ടറ്റോ ടൊമാറ്റോ നമ്മൾ കട്ട് ചെയ്ത എല്ലാം വെജിറ്റബിൾസും അതിൽ ആഡാക്കിയായിരുന്നു കേട്ടോ. ആഡാക്കിയിട്ട് അത് നല്ല രീതിയിൽ ഇങ്ങനെ വഴറ്റിയെടുത്ത് കുറച്ച് നേരം അമ്മ പറഞ്ഞ് വെള്ളം അതിൽ ചേർക്കണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഓയിലിൽ തന്നെ വഴറ്റാന്നും. പിന്നെ ഇതിൽ അമ്മ പറഞ്ഞ മുരിങ്ങയ്ക്ക അത് ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് അങ്ങ് അവോയ്ഡ് ചെയ്തായിരുന്നു. പിന്നെ അത് നല്ല രീതിയിൽ വരട്ടി കിട്ടാൻ വേണ്ടി നമ്മളൊരു പാത്രം വെച്ച് മൂടി വെച്ചായിരുന്നു. പിന്നെ കുറച്ച് സാൾട്ട് നമ്മൾ ചേർത്തായിരുന്നു, കാരണം പെട്ടെന്ന് അത് ബോയിലിംഗ് ആയി കിട്ടാൻ ഇച്ചിരി സാൾട്ട് ചേർക്കാൻ പറഞ്ഞായിരുന്നു. അത് ചേർത്തിട്ട് നമ്മൾ അത് അടിച്ച് വെച്ചു. പിന്നെ കുറച്ച് നേരം ടൈമൊക്കെ കഴിഞ്ഞ് അത് വെന്ത് വന്നപ്പോഴേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് മസാല കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്തായിരുന്നു. വെളുത്തുള്ളി പേസ്റ്റ്, കറി മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൊടി. പിന്നെ എരി കുറച്ച്, അത്രയും മുളക് പൊടി ഞാൻ ഇട്ടില്ലായിരുന്നു, ഇച്ചിരി എരി കുറച്ചേ ഞാൻ കഴിക്കാറുള്ളൂ, അതുകൊണ്ട് മുളക് പൊടി കുറച്ച് മാറ്റി വെച്ചായിരുന്നേ. പിന്നെയും ആ മസാല ഫുള്ളും മറ്റേ വെജിറ്റബിൾസ് മിക്സ് ആവാൻ വേണ്ടി നല്ല രീതിയിൽ ഇളക്കങ്ങ് കൊടുത്തു. പിന്നെ ഒരു കാര്യം മറന്നുപോയായിരുന്നേ, പുളിവെള്ളം കുറച്ച് പുളിവെള്ളം അതിൽ ചേർത്തിട്ട് അതൊന്ന് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നേ. പിന്നെ ഒരു നോർമൽ 1 ഗ്ലാസ് വാട്ടർ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടി ഒഴിച്ചു കൊടുത്ത് വെള്ളവുമായിട്ടും ഒന്നും കൂടി നല്ല രീതിയിൽ ഇളക്കി അങ്ങ് കൊടുത്തായിരുന്നു. പിന്നെ ഓൾറെഡി ഫ്ലോ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇച്ചിരി അങ്ങ് കൂട്ടി വെച്ചായിരുന്നു, പെട്ടെന്ന് വേവാൻ വേണ്ടി ഇച്ചിരി കൂട്ടിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഒരു പാത്രം വെച്ച് അടിച്ചൊരു 5 മിനിറ്റ്സിനുള്ളിൽ അത് ഓക്കെ ആയി. പിന്നെ കറി നല്ല രീതിയിൽ വെന്ത് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പിന്നെ നമുക്ക് ആവശ്യമായ ഒരു പാത്രത്തിൽ കുറച്ച് റൈസ് ഇട്ട്, പിന്നെ നമ്മുടെ പാലക്കാട് റൈസ് ഉണ്ടല്ലോ, ആ റൈസാണ് കേട്ടോ ഇത്. അത് വാങ്ങിയിട്ട് അതിൽ ആവശ്യമുള്ള റൈസ് നമ്മൾ ഇട്ടിട്ട് നമുക്ക് ആവശ്യമായ തീയിൽ കുറച്ച് സൈഡിൽ ഇങ്ങനെ ആക്കി, തീയിൽ മാത്രമല്ലായിരുന്നു പിന്നെ മുട്ടയുണ്ടായിരുന്നു, ആ മുട്ട വെച്ചൊരു ഓംപ്ലേറ്റും പിന്നെ വീട്ടിൽ നിന്ന് കൊടുത്ത് വിട്ട അച്ചാർ പിന്നെ